ചിഞ്ചു എവിടെ പോയി? ചിഞ്ചു ചിഞ്ചു രണ്ടമ്മ അവൾ ഉറങ്ങിയിരിക്കുന്നു. ഡേ ചിഞ്ചു എഴുന്നേക്കടി. നീ ബെഡ്റൂമിൽ കിടന്നുറങ്ങിട്ട് നീ ഇവിടെ എത്തിയിടി. എനിക്കറിയാത്തേ ചിലപ്പോ ഞാൻ ഉറക്കത്തിൽ നടന്നു വന്നതായിരിക്കും. പക്ഷെ നിനക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ഇല്ലല്ലോ. അതൊന്നുമില്ല ആട്ടെ. ചേച്ചി ചേച്ചി എന്താണ് അഞ്ജലി? ചേച്ചി നമുക്കാണെങ്കിൽ എല്ലാവർക്കും കൂടി ഇന്ന് ബീച്ചിൽ പോകണേ. ഇവിടുന്ന് എപ്പോഴ് 3 മണി 4 മണിയൊക്കെ ആയപ്പോൾ പോവാ. രാവിലെ പോയ വെയില. അല്ല നിങ്ങൾ അവിടെ പോയതാ? അത് പിന്നെ ചിഞ്ചുവിനെ രാവിലെ കാണാനില്ലായിരുന്നു. ഞങ്ങൾ തപ്പിപ്പോയപ്പോൾ ഹാളി വന്ന് കിടന്നുറങ്ങുന്നുണ്ട്. അവിടെ ചോദിച്ചപ്പോൾ അവൾക്ക് അറിയത്തില്ല. അവളാണെങ്കിൽ ഉറക്കത്തിൽ ഇങ്ങനെ വന്നത്. പക്ഷെ അവൾക്ക് അങ്ങനത്തെ ശീലമില്ല. ആർക്കറിയാം. ശരിയെന്നാ ഞാൻ എന്നാ പോവാണ് റൂമിലെ. സമയം എത്രയായി? 4 മണിയായോ? അഞ്ജലി അഞ്ജലി എന്താ ചേച്ചി? എടി 4 മണിയായില്ലേ, നമുക്ക് ബീച്ചിൽ പോവാം. ഞാനാണെ ഒരുങ്ങുമായിരുന്നു. നിങ്ങളൊക്കെ ഒരുങ്ങി കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും ഒരുങ്ങി കഴിഞ്ഞു. നമുക്കിനി പോവാം. ബാ. അമ്മ ഞങ്ങൾ വെള്ളത്തിൽ ഇറങ്ങി കളിച്ചോട്ടെ. അമ്മ ആ കളിച്ചു നോക്കളെ. അമ്മ ഞങ്ങളോട് വെള്ളത്തിൽ ഇറങ്ങി കളിച്ചോട്ടെ. അമ്മ കളിച്ചു നോക്കളെ. കഴക്കൂട്ടം പോയി ചേച്ചി ഞാൻ ഇറക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് ചേട്ടനല്ലേ ഇറക്കിപ്പിച്ചേച്ചി. പിന്നെ എന്തിനാ ചേട്ടൻ്റെ അടുത്ത് വെള്ളം തട്ടി തെറിപ്പിച്ചേ? ഇങ്ങനെയൊക്കെയാണ് പാർക്കുട്ടി കളിക്കുന്നത്. ഇനി ചേട്ടൻ ഇറക്കത്തില്ല. ചേട്ടൻ നോക്കുവാണെങ്കിൽ മാത്രമേ അച്ഛൻ ഇറക്കത്തുള്ളൂ, എല്ലാം ഇറക്കത്തില്ല. ഞാൻ മണിക്കൂട്ടാ എന്താ അച്ഛാ? ഈ പാർക്കുട്ടി വെള്ളത്തിറക്കാവോ? അയ്യോ എനിക്കത് വയ്യേ. എന്നിട്ട് വേണം എൻ്റെ ദേഹം മൊത്തം അരക്കാനായിട്ട് പനി പിടിക്കാനായിട്ട്. അന്ന് എനിക്ക് പനിയും പിടിച്ച അവിടെ ചെന്ന് വീട്ടിൽ ചെന്നപ്പോൾ. ഇനി പാർക്കുട്ടി നീ ആണെങ്കിൽ ചേട്ടൻ പറഞ്ഞ കേട്ടില്ലേ, വല്ല ആവശ്യം ഉണ്ടായിരുന്നു വെള്ളം തട്ടി തെറിപ്പിച്ചേ. വേറെ ആർക്കും നിന്റെ ചേട്ടനെ പോലെ നോക്കാൻ അറിയത്തില്ല വെള്ളത്തിൽ ഇറക്കുമ്പോൾ. ഇറക്കാൻ പറ്റത്തില്ല, ഞാൻ പറഞ്ഞില്ല മുമ്പ്. ഇവിടെ തന്നെ ഇരിക്കും മോളെ. ഏത് സ്ഥലം? അടിപൊളി സ്ഥലം, നമുക്കൊന്ന് പോവാം. ശരിയാടാ, അടിപൊളി സ്ഥലം അത്. അമ്മയെ ആന്റി ഞങ്ങളാണെങ്കിൽ അങ്ങോട്ട് വരെ പോവാണ്. ഭംഗിയുള്ള സ്ഥലമില്ല, അവിടെ പോണേ. മക്കളെ സൂക്ഷിച്ചു പോവാ ആന്റി. നീ ഇവിടെ ഇരിക്കുന്നു പാർക്കുട്ടി. അവിടെ അവര് വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ നീ അവിടെ ഒറ്റയ്ക്ക് നിൽക്കും. ചിലപ്പോ വലിയ തീരെ കടിക്കുമ്പോൾ നിന്നെ കൊണ്ടുപോകും. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നു. എനിക്ക് വെള്ളം കണ്ടു തെറിപ്പിക്കണ്ട. മരിക്ക് പറഞ്ഞായിരുന്നു. വലിയ കളി കളിച്ചതാ. എന്റെ ആശ ഉണ്ടായിരുന്നു. എത്ര പെട്ടെന്നൊന്നും എന്തായാ മതി. നാദാകുമ്പോ ഇവരോടൊന്നും കളിക്കായിരുന്നു. ഇവരിത് എവിടെ പോയി? ഇപ്പൊ വരാന്ന് കണ്ടു പോയതല്ലോ. കൊറേ നേരമായല്ലോ. ഹായ്, നല്ല ഭംഗിയുള്ള റോസാപ്പൂ. ഹായ് എടുക്കട്ടെ. ഹായ്, എന്തൊരു രസം ഇത്. കയ്യ മുള്ളു കുത്തിക്കറിയോ? തല കെട്ടുന്നു. അയ്യോ അയ്യോ, തല കെട്ടുന്നുണ്ട്. അയ്യോ. എല്ലാവരും എന്നെ ചിറ്റിന് കൂടി നിൽക്കുന്നേ. എടി ചിഞ്ചു, നീയാണ് മറ്റു ഭംഗിയുള്ള സ്ഥലത്ത് നിങ്ങൾ എല്ലാവരും പോയില്ലേ? അവിടെയാണ് നീ തല ഇറങ്ങി കിടക്കുന്ന മണിക്കൂട്ടനും മിന്നുവും അപ്പവും കണ്ടു. അങ്ങനെ അവര് നിന്നെ പൊക്കിക്കൊണ്ട് വന്നു. ഇതൊക്കെ എപ്പോ? എനിക്കൊന്നും ഓർമ്മയില്ല അമ്മ. ചെറിയ ഓർമ്മയുണ്ട്. തല ചുറ്റി തല വെട്ടി വീഴുന്നത്. എന്തായാലും എന്ത് പറ്റിയടി ചിഞ്ചു? കാര്യം പറ. എനിക്കൊന്നും ഓർമ്മയില്ല അമ്മ. എടപ്പോടി ചിഞ്ചു, കിടക്കൂടെ? ആരാടി ചിഞ്ചു? ഞാൻ ദേവു. ദേവു അല്ല, ദേവു. എനിക്കറിയണം നീ എന്നെ പ്രാങ്ക് ചെയ്യുന്നതല്ലേ. പ്രേതത്തിനെ കണ്ടിട്ട് പ്രാങ്ക് ചെയ്യുവാണെന്നോ? ശരിയാക്കി തരാം. എനിക്ക് എന്ത് പറ്റിയിട്ട് ചിഞ്ചു? വട്ടായോ? നിങ്ങളോട് എത്ര പ്രാവശ്യമാ പറയുന്നത്? ഞാൻ ചിഞ്ചു അല്ല, ദേവുവാ. ദേവു? നിങ്ങളോട് ഞാൻ മുമ്പേ പറഞ്ഞതാ. ദേവു അല്ല, ദേവു. പ്രേതം.